السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം നിഅമത്ത് നൽകിയ, പ്രത്യേകം കാരുണ്യം നൽകിയ ആളുകൾ അള്ളാഹു അവർക്ക് അവരുടെ അവസാന സമയം സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് വിളിച്ച എത്രയെത്രയോ മഹാന്മാർ, മഹദിമാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹദിയാണ് ആസിയ റളിയല്ലാഹു തആല അൻഹ. ഫറോവയുടെ ഭാര്യയായിരുന്ന മഹദി അവർകൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുകയും മഹാനവറുകൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അതിന് തെളിവായി ധാരാളം മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തപ്പോൾ ഇതെല്ലാം 100% ഹക്കാണ്, സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അടിയുറച്ച് വിശ്വസിച്ചൊരൊറ്റ കാരണം കൊണ്ട് ഫിർഔൻ അവൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും ഏറ്റവും കൂടുതൽ എല്ലാ നിലക്കുള്ള പ്രയാസപ്പെടുത്തലുകളും നടത്തിയ ഒരു മഹദിയാണ് ആസിയ റളിയല്ലാഹു തആല അൻഹ. പക്ഷേ അള്ളാഹു നൽകിയ ആ അചഞ്ചലമായ വിശ്വാസം, അതിൽ നിന്ന് എത്ര തന്നെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നാലും, എന്തു തന്നെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഒരു അളവ് പിന്നോട്ട് മാറി നിൽക്കാൻ മഹദി അവർ തയ്യാറായിരുന്നില്ല എന്ന് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫിർഔനൊരു സ്വഭാവമുണ്ട്, അവനെ വിശ്വസിക്കാത്ത, അവനെ അംഗീകരിക്കാത്ത ആരാണെങ്കിലും, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒക്കെ അവരെ ഭൂമിയിൽ മുഖം താഴ്ത്തി കടത്തിക്കൊണ്ട് അവരുടെ കൈകളിലും കാലുകളിലൊക്കെ ആണി തറച്ചിട്ട് അവരിലേക്ക് വലിയ ഭാരമുള്ള പാറക്കല്ലുകളൊക്കെ ഉരുട്ടി വിട്ടുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ അവരെ നശിപ്പിച്ചു കളയുക, അവരെ കൊല ചെയ്ത് കളയുക എന്നൊരു വൃത്തികെട്ട ഒരു സ്വഭാവമായിരുന്നു ഫിർഔനുണ്ടായിരുന്നത്. അതേ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടും അവൻ ചെയ്തതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന ഫിർഔന ഔതദ ലിംറഅതിഹി അർബഅത ഔതാദിൻ ഫീ യദിഹാ വരിജലിഹാ. ആസിയ റളിയല്ലാഹു തആല അൻഹയുടെ കൈകളിലും കാലുകളിലുമായി 4 ആണികൾ അവൻ അവരെ കൊല ചെയ്യാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി തറച്ചു. അങ്ങനെ ഫക്കാന ഇദാ തഫറഖു അൻഹാ ളല്ലലതുൽ മലായിക. അങ്ങനെ ആ ശക്തമായ പീഡനം ഏൽത്തുകൊണ്ടിരിക്കുമ്പോൾ അവരല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ മലക്കുകൾ വന്നിട്ട് അവർക്ക് പ്രത്യേകമായി തണലിട്ട് കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചിരുന്നു, ആശ്വാസവാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ അവസാനം അവൻ മഹദി അവർകളെ കൊല ചെയ്യാൻ വേണ്ടി അവൻ്റെ കിങ്കരന്മാരോട് വലിയ പാറ കൊണ്ടുവന്ന് മഹദിയുടെ ശരീരത്തിലേക്കിട്ട് കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ അവസാന സമയത്ത് മഹദി അവർകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഫിർഔനിൽ നിന്ന്, അവൻ ദുഷിച്ച ഈ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ്റെ അക്രമകാരികളായ അവൻ്റെ അനുചരന്മാരുടെ ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് രക്ഷ നൽകണേ, മോചനം നൽകണേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹുവേ, എനിക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായൊരു വീട് എനിക്ക് നീ നൽകണമെന്നുള്ള പ്രാർത്ഥന അത് അല്ലാഹു തആല സ്വീകരിക്കുകയും മഹദി അവർകൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഫകശഫ ലഹാ അൻ ബൈതിഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ ആ ഉന്നതമായ വീട്, ആ മനോഹരമായ വീട് കണ്ടുകൊണ്ടാണ് മഹദി അവർകൾ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും റബ്ബിലുള്ള വിശ്വാസം, അതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്. തൗഹീദിൽ നിന്നും ഒരു അണു അളവ് മാറി നിൽക്കാതെ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം പുൽകേണ്ടി വന്നാലും സ്വർഗം കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മിൽ രൂഢമായി കഴിഞ്ഞാൽ ഇതുപോലെ സ്വർഗം കൊണ്ടുകൊണ്ട് സന്തോഷത്തോട് ലോകത്തോട് വിട പറയാനും അള്ളാഹുവിലേക്ക് ചെന്നു ചേരാൻ നമുക്ക് കഴിയും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.